$22 ബില്യൺ, അതായത് ഏകദേശം 1.25 ലക്ഷം കോടി രൂപ. 2022 ബൈജൂസിന്റെ മൂല്യം അതായിരുന്നു. ഇന്നിപ്പോൾ വെറും വട്ടപൂജ്യം. സത്യം പറഞ്ഞാൽ പൂജ്യത്തിലും താഴെയാണ്. കാരണം അവർ ബാക്കി വെച്ചിരിക്കുന്നത് 8,245 കോടി രൂപയുടെ ബാധ്യതകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു തുക ഒരു സാമ്രാജ്യം ഒന്നാകെ എങ്ങനെയാണ് വെറും 2-3 വർഷം കൊണ്ട് ഇല്ലാതായത്? ആ വലിയ തകർച്ചയുടെ യഥാർത്ഥ കാരണമാണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് നോക്കൂ. BSE സെൻസസ് 75,867 നിൽക്കുന്നത്. ഇത് മെയ് 2026 പുതിയ കണക്കുകളാണ്. ബാങ്കുകൾ വായ്പകൾ നൽകുന്നുണ്ട്. പല കമ്പനികളും പുതിയതായി ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് വിജയകഥയായിരുന്ന ബൈജൂസിൽ ഇപ്പോൾ വെളിച്ചം പോലുമില്ല. അവരുടെ പാരന്റ് കമ്പനിയായ തിങ്ക് ആൻഡ് ലേൺ ഇപ്പോൾ NCLT പാപ്പരാത്ത നടപടികളിലാണ്. കമ്പനിയുടെ സ്ഥാപകൻ ബൈജു രവീന്ദ്രന് സിംഗപ്പൂർ കോടതി ഇപ്പോൾ 6 മാസത്തെ തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. കോടതി ലക്ഷ്യത്തിനാണ് ഈ ശിക്ഷ. അദ്ദേഹം ഇപ്പോൾ ദുബായിലിരുന്ന് തന്റെ സാമ്രാജ്യം തകരുന്നത് കാണുകയാണെന്ന് വാർത്തകൾ പറയുന്നു. ഇതൊരു സാധാരണ ബിസിനസ് തകർച്ചയല്ല, ഇതൊരു സ്ട്രക്ചറൽ കൊളാപ്സ് ആണ്. ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? എന്നെ പോലെ നിങ്ങളും അത് ചോദിക്കുന്നുണ്ടാകാം. ഇത് കേവലം മറ്റൊരു എഡ്യൂടെക് കമ്പനി പൂട്ടുന്ന പ്രശ്നമാണോ? അല്ല. കാരണം ബൈജൂസിൽ സംഭവിച്ചത് കോർപ്പറേറ്റ് ഗവേണൻസ് പരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപാട് വലുതാണ്. മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ പണം നിക്ഷേപിക്കുന്ന ഓരോരുത്തരെയും, എന്തിനു പറയുന്നു, ഒരു പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറാൻ പോകുന്ന ചെറുപ്പക്കാരെ പോലും ഇത് നേരിട്ട് ബാധിക്കും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു വലിയ കെട്ടിടം പണിയുകയാണെന്ന് കരുതുക. ആദ്യം ശക്തമായ ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. മണ്ണ് പരിശോധിക്കണം. ഭാരം താങ്ങാൻ കഴിയുന്ന തൂണുകൾ പണിയണം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. കൃത്യമായ ഓഡിറ്റ്, അക്കൗണ്ടിംഗ്, സ്വതന്ത്രരായ ഡയറക്ടർമാർ, സുതാര്യമായ വരവ് ചെലവ് കണക്കുകൾ, ചിലപ്പോഴൊക്കെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള ഒരു ബോർഡ്. ഇതൊക്കെയാണ് ആ ഫൗണ്ടേഷൻ. ബൈജൂസ് ഈ പറയുന്ന അടിസ്ഥാന കാര്യങ്ങൾ പൂർണ്ണമായും മറന്നു. കോവിഡ് കാലത്ത് എല്ലാവരും വീടിനുള്ളിലിരുന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് വലിയ വളർച്ചയുണ്ടായി. എന്നാൽ ആ വളർച്ചയ്ക്കനുസരിച്ച് ഫൗണ്ടേഷൻ ബലപ്പെടുത്തുന്നതിന് പകരം അവർ കെട്ടിടത്തിന് മുകളിൽ വീണ്ടും നിലകൾ പണിതുകൊണ്ടേയിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് $3 ബില്യൺ ചെലവാക്കി അവർ ആകാശ് എഡ്യൂക്കേഷൻ സർവീസ്, എപ്പിക് പോലുള്ള വലിയ കമ്പനികളെ വാങ്ങി. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ഗംഭീരമായിരുന്നു. എന്നാൽ അവർ ചെലവാക്കിയ ഈ പണം ഒന്നും അവരുടേതായിരുന്നില്ല. ഒക്കെയും വിദേശ വെഞ്ചർ ക്യാപിറ്റലും വളരെ ഉയർന്ന പലിശയിലുള്ള കടങ്ങളുമായിരുന്നു. ഭാവിയിൽ കോടികൾ കിട്ടുമെന്ന് അവർ പേപ്പറിൽ കാണിച്ച് സ്വപ്നം കണ്ട വരുമാനത്തിന്റെ പേരിലാണ് ഇതൊക്കെ വാങ്ങിക്കൂട്ടിയത്. വിദേശത്ത് നിന്ന് $1.2 ബില്യൺ ടേം ലോൺ B അവർ എടുത്തു. ഇത്രയും വലിയ തുക വിദേശത്ത് നിന്ന് കടം വാങ്ങുമ്പോൾ കമ്പനിയുടെ യഥാർത്ഥ കണക്കുകൾ കൃത്യമായി കാണിക്കേണ്ടതുണ്ട്. എന്നാൽ 18 മാസത്തോളം ബൈജൂസ് അവരുടെ ഫിനാൻഷ്യൽ റിസൾട്ട് ഫയലിൽ ചെയ്തില്ല. കണക്കുകൾ കൃത്യമല്ലാത്തത് കൊണ്ട് അവരുടെ ഓഡിറ്റർ രാജിവെച്ചു. സാമ്പത്തിക ലോകത്തെ ഏറ്റവും വലിയ അലാം ബെല്ലായിരുന്നു അത്. പക്ഷെ കമ്പനിയുടെ ബോർഡും മറ്റു വലിയ നിക്ഷേപകരും തുടക്കത്തിൽ മിണ്ടിയില്ല. കാരണം പേപ്പറിൽ കമ്പനിയുടെ വാല്യുവേഷൻ അപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കും ഒരു പരാതിയുമില്ലായിരുന്നു. എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ, ചോദ്യങ്ങൾ ചോദിക്കാൻ ആരുമില്ലാതെ ഗ്രോത്ത് മാത്രം ലക്ഷ്യം വെച്ചോടുമ്പോൾ മാർക്കറ്റ് നമ്മളെ പിടികൂടും. പിന്നീട് ലോകത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ ആകെ മാറി. അമേരിക്കൻ ഡോളറിന്റെ മൂല്യം ഇപ്പോൾ ഏകദേശം 96.22 രൂപയിലെത്തി നിൽക്കുന്നു. 2021 ഗ്ലോബൽ മാർക്കറ്റിൽ പലിശ നിരക്ക് 0-ത്തിനടുത്തായിരുന്നു. ആർക്കും പണം എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. ആ സമയത്താണ് വലിയ ഫണ്ടുകൾ ബൈജൂസിലേക്ക് ഒഴുകിയത്. എന്നാൽ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്കുകൾ കൂട്ടാൻ തുടങ്ങിയതോടെ കളി മാറി. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ടുകൾ കിട്ടുന്നത് ബുദ്ധിമുട്ടായി. ആ ലിക്വിഡിറ്റി അവിടെ വെച്ചടഞ്ഞു. പെട്ടെന്ന് കടം കൊടുത്തവർ അവരുടെ പണം തിരികെ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അക്കൗണ്ടിൽ ഒന്നുമില്ലെന്നും കടം വാങ്ങിയ പണം മുഴുവൻ എവിടെയോ പോയി എന്നും എല്ലാവരും മനസ്സിലാക്കിയത്. ബൈജൂസ് തകർന്നത് അവരുടെ പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടോ ഇന്ത്യയിലെ കുട്ടികൾ പെട്ടെന്ന് പഠിത്തം നിർത്തിയതുകൊണ്ടോ അല്ല. അവർ തകർന്നത് അമിതമായ ആർത്തിയും സുതാര്യത ഇല്ലായ്മയും കൊണ്ടാണ്. നമ്മൾ എപ്പോഴും വലിയ ഫണ്ടിങ് വാർത്തകളും ലയണൽ മെസ്സിയെ പോലുള്ളവരെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നതും കണ്ട് കൈയടിക്കും. പക്ഷേ ഹൈവേയിൽ വെച്ചിരിക്കുന്ന ആ വലിയ പരസ്യ ബോർഡിന് പിന്നിലെ യഥാർത്ഥ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നമ്മൾ ചോദിക്കാറില്ല. വിജയം തന്നെയാണ് സത്യത്തിൽ അവരെ തകർത്തത്. നിയന്ത്രിക്കാൻ കഴിയാത്തത്ര പണം അവർക്ക് കിട്ടി. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ വിവരമുള്ള ആരും അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യവും ബാക്കിയാണ്. ഇത്രയും വലിയ നിക്ഷേപകർ ഉണ്ടായിരുന്നിട്ടും അവർ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേഴ്സസ്
പീക്ക് XB പോലുള്ള വലിയ നിക്ഷേപകർ അവസാനം NCLT പോയി പരാതിയുമായി നൽകി. പക്ഷെ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. സമയം ഒരുപാട് വൈകിയിരുന്നു. NCLT അഥവാ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കമ്പനി കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കടം കൊടുത്തവർ NCLTയെ സമീപിക്കുന്നു. അവിടെ ഒരു കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് തുടങ്ങുന്നു. അതായത് കമ്പനിയുടെ നിയന്ത്രണം പ്രൊമോട്ടർമാരുടെ കയ്യിൽ നിന്നും മാറ്റി ഒരു ഇൻസോൾവൻസി പ്രൊഫഷണലിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം കടം കൊടുത്ത എല്ലാവരും കൂടി ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് രൂപീകരിക്കുന്നു. ഇനി ആ കമ്പനിയുടെ ഭാവി തീരുമാനിക്കുന്നത് ഈ കമ്മിറ്റിയാണ്. ബൈജൂസിന്റെ കാര്യത്തിൽ അടുത്തിടെ സംഭവിച്ചത് വളരെ നാടകീയമായ കാര്യങ്ങളാണ്. സുപ്രീം കോടതി വരെ ഈ വിഷയത്തിൽ ഇടപെട്ടു. കമ്പനി ഒരു 158 കോടി രൂപയുടെ സെറ്റിൽമെന്റ് നടത്തി കേസിൽ നിന്ന് ഊരിപ്പോരാൻ ശ്രമിച്ചെങ്കിലും ഈ കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ അത് സാധിക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതിനർത്ഥം എന്താണ്? ഒരിക്കൽ കമ്പനിയുടെ കൺട്രോൾ പോയാൽ പിന്നെ അത് തിരിച്ചു പിടിക്കുക എന്നത് അസാധ്യമാണ്. ഇത് സാധാരണക്കാരായ നമ്മളെ എങ്ങനെ ബാധിക്കും? തീർച്ചയായും ബാധിക്കും. കേരളത്തിലെ ഒരു IT ജീവനക്കാരന്റെ കാര്യമെടുക്കാം. വർഷങ്ങളായി ഇന്ത്യയിലെ പല സ്റ്റാർട്ടപ്പുകളും ജീവനക്കാർക്ക് കുറഞ്ഞ ശമ്പളം നൽകി പകരം ESOPs ആണ് നൽകിയിരുന്നത്. കമ്പനി വളരുമ്പോൾ നിങ്ങൾക്ക് കോടികൾ കിട്ടും എന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ കോർപ്പറേറ്റ് ഗവേണൻസ് പരാജയപ്പെട്ടാൽ ആ ഷെയറുകൾ വെറും കടലായി മാറും എന്ന് ബൈജൂസിലെ ജീവനക്കാർ വേദനയോടെ പഠിച്ചു. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അടുത്ത ജോലിയിൽ കയറുമ്പോൾ വലിയ ശമ്പളക്കുറവ് നേരിടേണ്ടി വരുന്നു. മാത്രമല്ല ഇത് നമ്മുടെ ബിസിനസ് ലോകത്തെ വിശ്വാസത്തെ വലിയ രീതിയിൽ തകർത്തു. ഇനി നല്ലൊരു ഐഡിയ ഉള്ള ഒരു ചെറിയ ബിസിനസ്സുകാരന് ഫണ്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വിദേശ നിക്ഷേപകർ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ വളരെ സംശയത്തോടെയാണ് നോക്കുന്നത്. ഒരു വലിയ മരം വീഴുമ്പോൾ അതിന്റെ പ്രകമ്പനം താഴെ വരെ ഉണ്ടാകും. ഇത് വലിയ കമ്പനികളുടെ മാത്രം പ്രശ്നമാണോ? തീർച്ചയായിട്ടുമല്ല. വരുമാനം കൂട്ടിക്കാണിക്കാൻ വേണ്ടി അവർ സാധാരണക്കാരായ മാതാപിതാക്കളെ നിർബന്ധിച്ച് വില കൂടിയ ടാബ്ലറ്റുകളും കോഴ്സുകളും വിറ്റു. പലരും കടം വാങ്ങിയും ലോൺ എടുത്തുമാണ് അത് വാങ്ങിയത്. അതൊക്കെ ആ കമ്പനിയുടെ ഉള്ളിലെ പ്രശ്നങ്ങളുടെ ഒരു ലക്ഷണമായിരുന്നു. ക്യാഷ് ബേൺ അതിരുവിട്ടപ്പോഴാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് തീർന്നു പോയാൽ പിന്നെ എത്ര വലിയ ഐഡിയ ഉണ്ടെങ്കിലും കാര്യമില്ല. TVയിലും പത്രങ്ങളിലും വലിയ നമ്പറുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ച വലിയ ആൾക്കാരാണ് ഈ വാല്യുവേഷനൊക്കെ തീരുമാനിക്കുന്നതെന്ന്. എന്നാൽ ചിലപ്പോൾ ആരും ഇതിന്റെ യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ടാകില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഒരു റീറ്റെയിൽ നിക്ഷേപകൻ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പുകൾക്ക് പിന്നാലെ പോകാതിരിക്കുക. ഒരു ട്രെൻഡിംഗ് ആയ സ്റ്റോക്ക് നോക്കുമ്പോഴോ പുതിയൊരു IPO പരിഗണിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വളരുന്ന ഒരു കമ്പനിയിൽ ജോലിക്ക് ചേരുമ്പോഴോ അതിലെ ബോറിംഗ് ആയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സുതാര്യതയുണ്ടോ എന്ന് പരിശോധിക്കുക. കമ്പനിയുടെ ഓഡിറ്റർ ആരാണ്? കൃത്യസമയത്ത് കണക്കുകൾ അവർ പുറത്തുവിടുന്നുണ്ടോ? ആരെയും ഭയക്കാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു ബോർഡ് അവിടെ ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ. പണമോ സമയമോ നിക്ഷേപിക്കുന്നതിന് മുമ്പ് വർത്ത് ഒബ്സർവിംഗ് ആയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് എത്ര ഗംഭീരമാണെങ്കിലും അതിന്റെ അടിസ്ഥാനം സുതാര്യമായ കണക്കുകളല്ല എങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീണാം. സത്യം പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ കുറച്ചുകൂടി സംശയദൃഷ്ടിയോടെ കാര്യങ്ങളെ കാണാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. അടുത്ത തവണ പത്രത്തിൽ $22 ബില്യൺ എന്നൊക്കെ കാണുമ്പോൾ വെറുതെ കൈയടിക്കരുത്. ആ പണം എവിടെ നിന്ന് വരുന്നു, അതിന്റെ കണക്കുകൾ ആര് സൂക്ഷിക്കുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ പഠിക്കണം. അന്ധമായ വിശ്വാസം സാമ്പത്തിക രംഗത്ത് ഏറ്റവും വലിയ അപകടമാണ്. ചോദ്യങ്ങൾ ചോദിക്കുക, കണക്കുകൾ പരിശോധിക്കുക, എന്നിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക.